നമുക്കിത് പല പ്രിൻസിലും അവൈലബിൾ ആണ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റ് ആണ്, ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ്. ഉള്ള ഏത് ബഡ്ജറ്റിലും എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 200 per മീറ്റർ വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് 1200. ഇതിലും പല കളറുണ്ട്, ബ്രാസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബേജ് ഉണ്ട്, നമ്മുടെ വാൾ കളർ ഉണ്ട്. നമുക്ക് പിന്നെ റിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലുണ്ട്, റിപ്പിൾ ഫോൾഡ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. നമുക്ക് അങ്ങനെ വാറണ്ടിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വർക്കിന് 1 year വാറണ്ടി എല്ലാ വർക്കിനും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അതെ. ഓക്കെ, ഇത് നമ്മുടെ ഷവർ കേർട്ടൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ബാത്റൂംസിലൊക്കെ ഷവറിനൊക്കെ നമുക്ക് ഇൻ കേസ് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അല്ല കാറ്റലോഗ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു 100 കാറ്റലോഗ്സോളം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ക്ലോത്ത് നമ്മൾ ഇതിനകത്തും സെലക്ട് ചെയ്ത് വെയിലടിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 800 rupees ഒക്കെ വരും ഒരു സെറ്റ്. അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, രാവിലെ കിടന്നുറങ്ങണം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കോ അല്ല അങ്ങനത്തെ ഒരു ഓഫ് ടൈമിലൊക്കെ ഉറങ്ങേണ്ടവർക്കൊക്കെ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്ത് എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് കർട്ടൻസ് ആണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ചേട്ടാ നമുക്ക് ഇവിടെ കർട്ടൻസിൽ ഏതൊക്കെ കമ്പനീസ് ആണ് വരുന്നത്? കർട്ടൻസ് നമുക്ക് മെയിനായിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡി ഡെക്കോർ, പിന്നെ GMF എന്നുള്ള ബ്രാൻഡുണ്ട്. രണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ്. പിന്നെ നമുക്ക് ന്യൂ ഹോംസ് എന്നുള്ള ബ്രാൻഡുണ്ട്, ഫാബിയോ, പിന്നെ റിലയൻസ് ട്രേപ്സ്, മിസ്റ്റർ ഡെക്കോർ, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത്, നല്ല ബഡ്ജറ്റിലുള്ള ഏത് ബഡ്ജറ്റിലും എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 200 per മീറ്റർ വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് 1200 ആ റേഞ്ചിലൊക്കെ പോകുന്ന പെർ മീറ്റർ പോകുന്ന ക്ലോത്ത് വരാനുണ്ട്. അതെ. എത്ര ടൈപ്പ് മെറ്റീരിയൽ? നമുക്ക് മെറ്റീരിയൽസ് മെയിൻലി പറയുകയാണെങ്കിൽ നമുക്ക് ഷിയർ ടൈപ്പ് ഉണ്ട്. ഷിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സീ ത്രൂ ആണ്. അപ്പോൾ അത് ലേസ് ടൈപ്പ് ഉണ്ട്, പിന്നെ ലിനൻ ആയിട്ടുള്ളതുണ്ട്, കോട്ടൺ ഉണ്ട്. അപ്പോൾ അത് സീ ത്രൂ ആയിട്ട് ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് കേർട്ടൻസിനാണ് ഷിയർ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രൈവസി തരത്തില്ല, പക്ഷേ ലൈറ്റ് പാസ് ചെയ്യും. എന്നാൽ അതിൻ്റെ വിൻഡോയിൻ്റെ ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിൻഡോയിൽ കുറച്ചും കൂടെ ഒരു സട്ടിലായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് നോർമൽ മെയിൻ കേർട്ടൻസ് ഉണ്ട്, കർട്ടൻ ക്ലോത്ത്, റെഗുലർ കർട്ടൻ ക്ലോത്ത് ഉണ്ട്. അത് നമുക്ക് പോളിയസ്റ്റർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ലിനൻ ടൈപ്പ് ഉണ്ട്. ഇതും നമുക്ക് ഈ പറഞ്ഞ റേറ്റിലാണോ വരുന്നത്? എങ്ങനെ 200 per മീറ്റർ ആണോ വരുന്നത്? ഇത് നമുക്ക് ഈ രേഷം സിൽക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് ചെയ്ത് ഒരു 800 മേലോട്ടൊക്കെ വരും. സ്റ്റിച്ചിങ് നമുക്ക് ഓൺ സ്റ്റിച്ചിങ് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ കാറ്റലോഗ്സ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ കാറ്റലോഗ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു 100 കാറ്റലോഗ്സോളം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ക്ലോത്ത് നമ്മൾ ഇതിനകത്തും സെലക്ട് ചെയ്ത് ഇതിലുള്ള എല്ലാ നമുക്ക് മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ സൈറ്റിൽ പോയി മെഷർമെൻ്റ് എടുത്ത്, വീട്ടിൽ പോയി മെഷർമെൻ്റ് എടുത്ത് അതിനനുസരിച്ച് ക്ലോത്ത് ഇവിടെ കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അങ്ങനെ വാറണ്ടിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വർക്കിന് 1 year വാറണ്ടി എല്ലാ വർക്കിനും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അതെ. ക്ലോത്ത് ഡിപ്പെൻസ്. ഇപ്പോൾ ഡി ഡെക്കോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 days 6 daysനുള്ളിൽ നമുക്ക് ക്ലോത്ത് എത്തും. പിന്നെ സ്റ്റിച്ചിങ് ഒരു 3 daysനുള്ളിൽ നമുക്ക് നമുക്ക് റെഡിമെയ്ഡ് കേർട്ടൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ് കേർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് വിൻഡോ സൈസിനാണ്. നമുക്ക് 7 feet ഹൈറ്റ് വിൻഡോയ്ക്ക് ഉള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലോത്തുകളുണ്ട്. അത് നമുക്ക് റെഡിമെയ്ഡ് കേർട്ടൻസ് ഉണ്ട്. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കേർട്ടൻസും ഉണ്ട് റെഡിമെയ്ഡിൽ തന്നെ. ഡെക്കോവിൻറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ റെഡിമെയ്ഡ് കേർട്ടൻസും ഉണ്ട്. നമുക്ക് മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഇതിനെ സൂക്ഷിക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു കർട്ടൻ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെ എന്ത് ഒരു പ്രോഡക്റ്റ് പോലെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ നമ്മളതിനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 month or 2 month വാക്യൂം ചെയ്യുക. പിന്നെ ഒരു ഇയർലി വൺസ് നമ്മളത് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ ഈ വെയിലടിക്കുമ്പോൾ എന്തെങ്കിലും കർട്ടൻസ് പ്രോബ്ലം എന്തെങ്കിലും വരാറുണ്ട്? വെയിലടിക്കുമ്പോഴത്തേക്ക് കേർട്ടൻസിന് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ലൈനിങ് ക്ലോത്ത്, പർട്ടിക്കുലർലി ഇപ്പോൾ ചില ലൈനിങ് ക്ലോത്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ എടുത്ത് ചെയ്ത് എടുക്കണം. അങ്ങനെ നല്ല ചൂടടിക്കുന്ന ഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക്
ലൈറ്റ് കട്ട് ഓഫ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഡിം ഔട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് കേർട്ടൻസ് എന്ന് പറയുന്നത് ഒട്ടും ലൈറ്റ് പാസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് കേർട്ടൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബെഡ്റൂംസ് അങ്ങനത്തെ സ്പേസസിലൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഗുണമാണ്. പ്രൈവസി കിട്ടാനായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, രാവിലെ കിടന്നുറങ്ങണം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കോ അല്ല അങ്ങനത്തെ ഒരു ഓഫ് ടൈമിലൊക്കെ ഉറങ്ങേണ്ടവർക്കൊക്കെ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്ത് എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡിം ഔട്ട്, പിന്നെ ചിലവർക്ക് തീരെ ചെറിയ വെട്ടം വന്നാൽ പോലും ഉറക്കം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഡിം ഔട്ട് ഒട്ടും ലൈറ്റ് പുറത്ത് നഗത്തോട്ട് പാസ് ചെയ്യത്തില്ല. അതെ അതെ അതെ. ഓക്കെ, അതിനും നമുക്ക് ഈ എല്ലാ മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് അതും പ്രീമിയം ലെവൽ മെറ്റീരിയൽസിലായിരുന്നു. അതെ 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 അതെ. പിന്നെ നമുക്ക് റോമൻ ബ്ലൈൻഡ്സ് ഉണ്ട്. റോമൻ ബ്ലൈൻഡ്സിൽ റോമൻ കേർട്ടൻസ് ആണ് ബേസിക്കലി. അത് ഈ കേർട്ടൻ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉള്ള ഇതുപോലത്തെ കേർട്ടൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ വിൻഡോസ്, ബെഡ് സൈഡ് വിൻഡോസ്, സിംഗിൾ നമുക്കൊരു 3 അടി 2.5 അടി വീതിക്കകത്തൊക്കെയുള്ള ഇതാണെങ്കിൽ നമുക്ക് നല്ല പ്രിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനത്തെ റോമൻ കേർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രിൻസ് വേറെ മാറ്റി കിട്ടുന്നുണ്ട്. പ്രിൻസ് നമുക്ക് നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് പ്രിൻസ് ഇപ്പോൾ സോളിഡ് ഉണ്ട്, നമുക്ക് ഇതുപോലത്തെ ഫ്ലോറൽ ഉണ്ട്, ഡെമാസ്ക് പ്രിൻസ് ഉണ്ട്, സ്ട്രൈപ്സ് ഉണ്ട്, പാറ്റേൺസ് ആയിട്ടുള്ളതുണ്ട്, ഫ്ലോറൽ പ്രിൻസ് ഉള്ളതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ റോമൻ കേർട്ടൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഈ ഇതെന്ന് പറയുന്നതാണ് ഐലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേർട്ടൻ റോഡ് കൊടുത്തിട്ട് റോഡിലൂടെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഐലറ്റ് എന്ന് പറയുന്നത്. ഐലറ്റ് പാറ്റേൺ ആണ്. പിന്നെ ഈ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലീറ്റഡ് ടൈപ്പ് ഓഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനകത്ത് നമ്മൾ ഇത് പ്ലീറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിപ്പോൾ 3 പീസായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള 3 പ്ലീറ്റഡ് കേർട്ടൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം പ്ലീറ്റഡ് ഉണ്ട്. നമുക്ക് പിന്നെ റിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലുണ്ട്, റിപ്പിൾ ഫോൾഡ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത് നമ്മളിപ്പോൾ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് ഇത് സി ട്രാക്ക് എന്ന് പറഞ്ഞ ട്രാക്കാണ്. ഇതെല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ അല്ലേ? തന്നെ അവൈലബിൾ ആണ് റോഡെല്ലാം. അതെ അതെ. നമുക്കിവിടെ റോഡ് ഇപ്പം റെഡിമെയ്ഡ് റോഡ്സ് ഉണ്ട്. നമുക്ക് ഡെക്കോ വിൻഡോ എന്നുള്ള ബ്രാൻഡിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റോഡ്സ് ഉണ്ട്. അത് നമുക്ക് പലതരം ഫിനിഷിൽ നമുക്ക് ബ്രാസ്, സിൽവർ, കോപ്പർ, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്ലാക്ക് ഇങ്ങനത്തെ ഫിനിഷസിൽ. പിന്നെ ഇതിൻ്റെ ഫിനൈലുണ്ട്, അതിൻ്റെ ക്യാപ്പ് ഉണ്ട്. അതും നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോഡലുണ്ട്. ദാറ്റ് ഇസ് അതെ 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 അതെ. അപ്പോൾ അത് 3 feet to അറൗണ്ട് 5 feet വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫ്ലാറ്റിൽ അങ്ങനത്തെ അല്ലെങ്കിൽ റെഗുലർലി റെൻറ്റിനൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൻഡോ സൈസ് മാറുന്നതനുസരിച്ച് റോഡ് മാറ്റണ്ട, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. ഇത് പിന്നെ വേറൊരു മോഡലാണ്. ഇത് കേർട്ടൻ തന്നെ. ഇത് പെൽമെറ്റ് പോലെ നമ്മൾ പണ്ട് പെൽമെറ്റ് ഇടിക്കുമല്ലോ, കട്ടൺ ചെയ്തിട്ട് പണ്ടത്തെ ഒരു രീതിയായിരുന്നു പെൽമെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ചെയ്യാറില്ല. എന്നാലും ക്ലാസിക്കലായിട്ടുള്ള ഡിസൈൻസിലൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കേർട്ടൻസ് നമ്മൾ ഹാങ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേ കേർട്ടനും കൂടെ വന്നു കഴിയുമ്പോൾ ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇതും കവർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലീറ്റോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ആ കേർട്ടൻ മാത്രമായിട്ട് റോഡോ അല്ലെങ്കിൽ വേറെ ഫ്രെയിംസോ ഇല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കും കാണാനായിട്ട്. കുറച്ചും കൂടി ഒരു കണ്ടംപററി ഫീൽ വരും. അതിലും പല കളറുണ്ടല്ലേ? ഇതിലും പല കളറുണ്ട്. ബ്രാസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബേജ് ഉണ്ട്. നമ്മുടെ വാൾ കളേഴ്സ് ബ്ലാക്ക്, ബ്രൗൺ, നമ്മുടെ വാളിനായിട്ട് മാച്ച് ചെയ്യുന്നത് നമ്മുടെ തുണിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യും. നമുക്ക് വാറണ്ടി കാര്യങ്ങൾ വരുന്നത് തന്നെ നമുക്ക് ഇതിനെല്ലാം 1 year വാറണ്ടി ഉണ്ട്. ഡെക്കോവിൻ്റെ അല്ലേ? അതെ. ഓക്കെ, ഇത് നമ്മുടെ ഷവർ കേർട്ടൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ബാത്റൂംസിലൊക്കെ ഷവറിലൊക്കെ നമുക്ക് ഇൻ കേസ് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അല്ലാതെ അങ്ങനെ ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള സ്പേസസിലൊക്കെ ആണെങ്കിൽ ഷവർ കേർട്ടൻസ് നമുക്ക് വെറ്റ് ഡ്രൈ പാർട്ടീഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. പല കളറിൽ അവൈലബിൾ ആണ്. നമുക്ക് ടൈലായിട്ടും അതിൻ്റെ ഡെക്കോറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പല പാറ്റേൺസിലുള്ളതുണ്ട്. റെഡ്, ഗ്രേ, ബ്ലൂ, വേറൊരു പാറ്റേൺ ആയിട്ടുള്ള ടൈപ്പ് ഫുൾ സെറ്റോടെയാണ് വരുന്നത്. അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങൾ ഇതെല്ലാം സെറ്റോടെയാണ് വരുന്നത്. ചാനൽ നമ്മൾ വേറെ ഫിക്സ് ചെയ്യണം. ഇത് വരുമ്പോഴത്തേക്ക് MRP 799 ആണ്. ഇത് ക്ലോത്ത് ആണ്. ഇത് പോളിസ്റ്റർ ആണ്, 100% പോളിസ്റ്റർ ആണ്. ഇത് 800 rupees വരും. ഓക്കെ, ഇത് നമ്മുടെ ഡെക്കോ വിൻഡോ എന്നുള്ള ബ്രാൻഡിൻ്റെ റെഡിമെയ്ഡ് കേർട്ടൻസ്. ഇത് പോളിസ്റ്റർ ആണ്.
നമുക്കിത് പല പ്രിൻസിലും അവൈലബിൾ ആണ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്, ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള മോഡൽസ് ആണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ആണ്. ഇത് നമുക്ക് ഇതിന്റെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 7 ഫീറ്റ് ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റുമല്ലോ. അതെ, കുഴപ്പമില്ല. അത് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളത് നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു അടുത്ത അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ 7 ഫീറ്റ് ആയിട്ടാണ് വരുന്നത്. എത്ര ഇതുണ്ടാവട്ടെ വെറൈറ്റി മോഡൽസ്? ഇത് നമുക്ക് ഏകദേശം ഒരു 10 ഷെയ്ഡ്സോളം ഉണ്ട്. മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതെ, ഇത് പിന്നെ നമ്മുടെ കുറച്ച് സപ്ലയേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ലോക്കൽ സപ്ലയേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മിൽസിൽ നിന്ന് നമുക്ക് എടുക്കുന്നതാണ്. അതിൻ്റെ ബേസ് ടൈപ്പ് ഇപ്പോൾ നമുക്ക് കോട്ടൺ, പിന്നെ ലിനൻ, അങ്ങനത്തെ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലോത്തിങ് മെറ്റീരിയൽസ് എന്നുള്ള, അപ്പോൾ കുറച്ചും കൂടെ ബ്രീത്തബിൾ ആണ്. കുറച്ചും കൂടെ നമുക്ക് ഇതൊരു ഏകദേശം ഒരു 800 റുപ്പീസൊക്കെ വരും ഒരു സെറ്റ്. അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ.